ഹലോ ഫ്രണ്ട്സ്, നമുക്കെന്തൊരു ഹോം ഗാർഡൻ വീഡിയോ ആയാലോ. നമ്മുടെ ഈ മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അതായത് കുറേ ചെടികളൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുണ്ട്, കുറച്ച് ചെടികളൊക്കെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്യാനുണ്ട്, ക്രോപ്പ് ചെയ്യാനുണ്ട്, പ്രൂൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ഈ തോട്ടത്തിൻ്റെ നമ്മുടെ ഗാർഡൻ്റെ രൂപമൊക്കെ ഒന്ന് മാറും. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒരു ചെറിയ ഹോം ഗാർഡൻ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് തുടങ്ങാമല്ലേ. നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ആദ്യം കാണുന്ന ഒരു മോൺസ്റ്റേറിയാണ്. അതിപ്പോൾ തൈ ആയതുകൊണ്ട് അതിൻ്റെ ഇലയൊന്നും വിടർന്നിട്ടോ അതിൽ തുള വീണിട്ടൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ വലുതാകുമ്പോൾ മാറ്റം വരും. ഈ കാണുന്നൊരു ഹോഴ്സ് ഹെഡ് ഫിലോഡെൻഡ്രോനാണ്. ഇതൊരു ട്രീ ഫേണിൻ്റെ തൈയാണ്. ഇത് ലിക്കറ്റി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്കറിയാം ചൈന ഡോളിൻ്റെ ഒരു തൈ. ഇത് മോൺസ്റ്റെറ പെറു എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു ഇനമാണ്. ഇനി അത് സനഡു. പിന്നെ ഇവിടെ ഒരു ബേർഡ് നെസ്റ്റ് ഫേൺ, പിന്നെ നമുക്കറിയാം പെന്നി വർട്ട്, പിന്നെ എലഫൻ്റ് ഇയർ എന്നൊക്കെ പറയുന്ന ചെടി. ഇത് നമുക്കറിയാം ഒരു അലോക്കേഷ്യയാണ്. പിന്നെ ഈ സ്റ്റാൻഡേൽ നമുക്ക് വേറെയും കുറേ ചെടികളുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഓർക്കിഡുകളാണ് ഈ നിൽക്കുന്നതൊക്കെ. പിന്നെ ക്യാറ്റ്സ് ടെയിൽ, പിന്നെ നമുക്കിതറിയാം അഡീനിയം. പിന്നെ ഇതൊരു അഗ്ലോണിമയാണ്. അതിൻ്റെ അടുത്തൊരു ബിഗോണിയ, അല്ല മറ്റൊരു ബിഗോണിയ കാണാം. പിന്നെ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഈ സ്റ്റാൻഡേൽ മൊത്തം അഗ്ലോണിമയാണ്. അഗ്ലോണിമ. അതിനകത്ത് വീണ്ടും നമ്മൾ താഴത്തെ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബിഗോണിയാക്കുന്നു, ഇവിടെ ഒരു സിങ്കോണിയ നിൽക്കുന്നുണ്ട്, വീണ്ടും അഗ്ലോണിമകൾ. പിന്നെ ഇവിടെ ഈ കാണുന്നത് നമുക്കറിയാം ഹോയയാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബാൽസം പൂത്തു നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റോസ്, ഇതിനെ കുറച്ച് പണി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണത്. ഇവിടെ പെറ്റൂണിയ നിൽക്കുന്നുണ്ട്. ഇത് നോക്കി അരളിയ ഇങ്ങനെ റൗണ്ടായിട്ട് വന്ന് ഇതിനൊന്ന് ഭംഗിയാക്കി എടുക്കാനുണ്ട്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഒരു ചെറിയ ക്രോട്ടൻ്റെ തൈയും. ഇതിൽ പെന്നിവേർട്ടും ഹ്യാസിന്തും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊരു മാൻഡിവില്ലയായിരുന്നു, അതിൻ്റെ ഇലയ്ക്ക് പോയി നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ ഇത് നമുക്കറിയാം നമ്മുടെ മണി പ്ലാന്റ്. വീണ്ടും അവിടെ താഴെ ഒരു ബിഗോണിയ നിൽക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിൽ പലതരം ചെടികളുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ മറ്റേ സ്പൈഡർ പ്ലാന്റ്, പിന്നെ ഇതും അലോക്കേഷ്യ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇത് ഗോൾഡൻ ഫിലോഡെൻഡ്രോൺ എന്ന് അങ്ങനെ മറ്റാണ് ഇതിൻ്റെ പേര്. ഇത് പെല്ലൂണിയ. ഇവിടെ ഒരു ഫേൺ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങവശത്തേക്ക് കാണുന്നതൊക്കെ പിന്നെ നമുക്കറിയാം കലാത്തിയകളുടെ ചെടികളാണ്. വിവിധ തരം കലാത്തിയകൾ. ഒരു മോൺസ്റ്റർ നിൽപ്പുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ബിഗോണിയ 2 എണ്ണം നിൽപ്പുണ്ട്. പിന്നെ ബാക്കി ഇതൊക്കെ നമുക്കറിയാം കലാത്തിയകളാണ്, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന കലാത്തിയകൾ. ഇത് മുറ്റത്തിൻ്റെ ഒരു കാട് പിടിച്ച ഏരിയയാണ്. ഇവിടെ ഈ ഒരു ഗോൾഡൻ ബാമ്പു. പിന്നെ നമുക്കറിയാം ഈ ഭാഗത്തേക്ക് കാണുന്നത് കാട്ടിലും നാട്ടിലൊക്കെ വളരുന്ന പലതരം കലേഡിയങ്ങളാണ്. ഇനി അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് ഒരു ബ്ലീഡിങ് ലീഫ് വളരുന്നുണ്ട്. പിന്നെ വാണ്ടറിങ് ജൂ അങ്ങനത്തേക്ക് ഇങ്ങനെ കാട് പിടിച്ച് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലമിംഗോ, ഇവിടെ സിങ്കോണിയം, പിന്നെ ഒരു ഡിഫൻ ബാച്ച് ഷേപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് ഇനി ഭംഗിയാക്കി എടുക്കാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു കോർഡിലൈൻ അല്ലെങ്കിൽ ഡ്രസ്സീന എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതും അതിൻ്റെ ഇപ്പുറത്ത് ഈ നിൽക്കുന്നത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നിൻ്റെ നടുക്ക് മഞ്ഞയാണെങ്കിൽ ഇലയുടെ നടുക്ക് മഞ്ഞയാണെങ്കിൽ മറ്റേതിൻ്റെ നടുക്ക് പച്ചയാണ്. പിന്നെ ഇതിവിടെ ഒരു ഹൈഡ്രാഞ്ചിയ. ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അതേ ഒരു ബാൽസം ഇവിടെ പൂത്തുകൊണ്ട് ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ കലേഡിയങ്ങളാണ്. പിന്നെ ഇത് കോളസ് പ്ലാന്റ്.
പിന്നെ ഈ സ്റ്റാൻഡിൽ പലതരം ചെടികളുണ്ട്. ഇത് അംബ്രല്ല പ്ലാന്റ് തുടങ്ങി, അലോക്കേഷ്യ തുടങ്ങി, പിന്നെ പെഡിലാന്തസ്, പിന്നെ ഇവിടെ ഇത് അല്പം പരിക്കേടലായിട്ട് നിൽക്കുന്ന നമ്മുടെ ബ്രൈഡൽ ബൊക്കെ, പിന്നെ ഈ കാണുന്നത് നമുക്കറിയാം വാട്ടർ പോപ്പി, പിന്നെ ഇത് ക്യാറ്റ്സ് ക്ലോ ഇങ്ങനെ നമ്മൾ സ്ഥലക്കുറവ് കാരണം ഇങ്ങനെ അഴയിലൊക്കെ കയറ്റി വളർത്താണ്. പിന്നെ ഇവിടെ 2 നേരം ക്രോട്ടൺസ്, നല്ല ഭംഗിയുള്ള ക്രോട്ടനാണ് കേട്ടോ. ഇത് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നോക്കിയാൽ ഒരു സ്പൈഡർ പ്ലാന്റ് നിൽപ്പുണ്ട്, പിന്നെ ഇവിടെ ഒരു ലില്ലി നിൽപ്പുണ്ട്, പിന്നെ നമ്മുടെ സാധാ നമ്മുടെ ജാസ്മിൻ അല്ലെങ്കിൽ മുല്ല, പിന്നെ ഇവിടേക്ക് ഇത് ഇങ്ങനെ പല ചെടികൾ, എല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഇത് കൊങ്ങിണിയാണ്, ഇതൊരു വയനാടൻ കൊന്നയാണ്. ഇത് വീണ്ടും നമ്മുടെ കോഡിലൈൻ അഥവാ നമ്മുടെ ട്രസീന, ഇതൊരു ക്രോട്ടനാണ്, നല്ല ഭംഗിയുള്ള ക്രോട്ടനത്. ഇനി അങ്ങോട്ടേക്കൊക്കെ പ്ലാന്റുകളുണ്ട്, പക്ഷെ നമ്മളത് എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതൊന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ കാണുന്ന പ്ലാന്റൊക്കെ ഇവിടെ നമ്മൾ നടണതിൻ്റെ ബാക്കിയൊക്കെ എറിഞ്ഞിടുമ്പോൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണത്. ഈ സ്റ്റാൻഡിന്മേൽ ഇനി കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഇനി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യാനുണ്ട്. മുകളിൽ കാണുന്ന ഒരു പുല്ല് കണ്ടോ, വളരെ നല്ല ഒരു ഇനം പുല്ലാണ്. പിന്നെ നമുക്കറിയാം ഇതൊരു എന്താണ് പർപ്പിൾ ഹാർട്ട്, പിന്നെ താഴേക്ക് വരുമ്പോൾ അലോക്കേഷ്യ വീണ്ടും, പിന്നെ ഇത് എന്താ പറയുക ഡ്രാഗൺ വീട് നോറ്റൊക്കെയാണ് അതിൻ്റെ പേര്, പിന്നെ സിങ്കോണിയങ്ങൾ, അങ്ങനെ പോകുന്നു. ഇങ്ങനെ ഈ സ്റ്റാൻഡൊന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഇതൊരു അലോക്കേഷ്യയാണ്, ഇത് നമ്മൾ കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി നടാനുണ്ട്. പിന്നെ ഇവിടെ ഈ സ്റ്റാൻഡിന്മേൽ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ താഴെ കാക്കപ്പൂവുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം വന്ന എന്താ പറയുക അഗ്ലോണിമ, ഒരു വലിയ ചട്ടിയിൽ ഇങ്ങനെ നിറയെ നിൽപ്പുണ്ട്. പിന്നെ അഗ്ലോണിമ വേറെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡ് ഈ കാണുന്നത് നമുക്കറിയാം മൊസാന്തയാണ്. ഇങ്ങനെ ഈ ഭാഗത്തും കുറേ ഡി ലൈനുകൾ, അതായത് നമ്മുടെ എന്താ പറയുക അതിൻ്റെ മറ്റേ പേര് ഡ്രസീനകൾ നിൽപ്പുണ്ട് ധാരാളം, വിവിധ തരത്തിലുള്ളത്. പിന്നെ നമ്മുടെ ഇത് നമുക്കറിയാം സീബ്ര പ്ലാന്റാണ്. ഇത് ഒരു തരം ശ്രീലങ്കൻ മുല്ല എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. പുറകിൽ വെട്ടി ഒതുക്കി നിർത്തിയേക്കുന്നത് അത് കനകാംബരമാണ്. അത് നന്നായി പൂത്തതായിരുന്നു, ഇനിയിപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പോൾ വീണ്ടും പൂക്കും. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു തരം സ്പൈഡർ പ്ലാന്റാണ്. പിന്നെ ഇത് ചൈനീസ് ക്രോട്ടൺ എന്ന് പറയും. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇത് നമുക്കറിയാം മറ്റേ ഫയർ ക്രാക്കർ പ്ലാന്റാണ്. ഇത് വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. ഈ ഗേറ്റിൻ്റെ ഈ തൂണയിലും അത് തന്നെ വെച്ചേക്കാണ്. പിന്നെ താഴേക്ക് ഇത് അവിടെ ഒരു പാമ്പിൻ്റെ തൈയുണ്ട്. പിന്നെ നമ്മുടെ തെച്ചി എന്നൊക്കെ പറയണ അത്. പിന്നെ ഇവിടെ കുറച്ച് ഫേണുകളാണ്, ഹാർട്ട് ലീഫ് ഫേണുണ്ട്, അങ്ങനെ കുറച്ച് ഫേണുകളുണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ പന്തലാണ് വള്ളിച്ചെടികളുടെ, അത് ഞാൻ കാണിക്കാം കേട്ടോ. പന്തലുമ്പോൾ നമ്മൾ വിവിധ ഇനം വള്ളിച്ചെടികളാണ് കയറ്റിയേക്കണത്. ഇത് നമുക്കറിയാം ഗോൾഡൻ കാസ്കേഡ്, അതിൻ്റെ പുറകിലതേ മോർണിംഗ് ഗ്ലോറി. പിന്നെ ഇങ്ങനത്തെ കാണുന്നത് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ. ഇത് നമ്മുടെ മണി മുല്ല എന്നൊക്കെ പറയുന്ന ഡിസംബറിലൊക്കെ മാത്രം പൂക്കുന്ന ഒരു പ്ലാന്റാണത്. ഇതിങ്ങനെ പന്തലടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഇത് നമുക്കറിയാം തമ്പേർജിയ, നല്ല എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ ഇങ്ങനെ പൊക്കത്തുനിന്ന് കാണിക്കാൻ ആണെങ്കിലാണ് അതിൻ്റെ ഭംഗി കിട്ടുക. എന്തായാലും ഇതൊരു പന്തലായിട്ട് ഇങ്ങനെ വളർത്തി കാണുമ്പോൾ. അവിടെ ആ മുകളിലേക്ക് പോകുന്ന അത് നമുക്കറിയാം റെഡ് ജെയ്ഡ് വൈനാണ്. ഇതുവരെ പൂത്തിട്ടില്ല, അത് പൂക്കൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിട്ടേക്കാണ്. ചവിട്ടിൻ്റെ ഈ സൈഡിലാണെങ്കിലും ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു ചൈന ഡോള്. പിന്നെ ഇത് നമുക്കറിയാം നമ്മുടെ CC പ്ലാന്റ്, 2 കളറ്.
പിന്നെ ഇവിടെ ഒരു ഫിലോഡെൻഡ്രോൺ, ഒരു അഗ്ലോണിമ. പിന്നെ ഇത് നമുക്കറിയാം മോൺസ്റ്ററയുടെയൊക്കെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങളാണ്. ഈ സ്റ്റാൻഡ് എല്ലാത്തിൻ്റെ ഒരു മിക്സ്. സാൻസ്വേരിയകളുണ്ട്, പിന്നെ എന്താ പറയുക, വിവിധതരം ഒരു വാണ്ടറിഞ്ചുവിൻ്റെ വേറൊരു ഇനം, പിന്നെ ഫിലോഡെൻഡ്രോണുകൾ, സിങ്കോണിയ, അങ്ങനെയൊക്കെ വരുന്ന എല്ലാ ഈ സ്റ്റാൻഡും എല്ലാ സാധനമുണ്ട്. എപ്പീഷ്യ ഉണ്ട്. പിന്നെ മോൺസ്റ്ററയുടെ വേറൊരു ചെറിയ വിഭാഗം. ഇതൊരു ഗോൾഡൻ ഫേൺ, ഇതൊരു തരം കലേഡിയമാണത്. ഇത് റബ്ബർ പ്ലാന്റ്. ഈ സ്റ്റാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും കുറേ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഡിഫൻബാച്ചിയുടെ 2 തരമാണ്. ബിഗോണിയ നിൽക്കുന്നുണ്ട്. ഇതൊന്നൊരു ക്രമമില്ലാതെ കാണുന്ന ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. കുറേ എന്താ പറയുക, ക്രോട്ടനുകൾ അതിര് പിടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ആ സൈഡ് നല്ല ഭംഗിയുള്ള കുറേ ക്രോട്ടനുകളുണ്ട്. അവിടേക്ക് അരിക് മൊത്തം അങ്ങനെ ക്രോട്ടൻ വെച്ചാൽ കാണുക. അതിന് തുമ്പ് നല്ല മഞ്ഞ നിറത്തിലുള്ള ക്രോട്ടനുകളാണ്. ഇനി ഇവിടെ അലോക്കേഷ്യ ഉണ്ട്, ആന്തൂറിയുണ്ട്, അങ്ങനെ പോകുന്നു. വീണ്ടും ഇവിടെ ഒരു സീബ്ര പ്ലാന്റ്, ഒരു നല്ല ക്രോട്ടൻ, ഇവിടെ വേറെ ക്രോട്ടനുകൾ. ഇത് നമുക്കറിയാം മറ്റേ റിബൺ പ്ലാന്റ്. ഇതൊക്കെ ഈ ഇടയ്ക്ക് നട്ട് പിടിപ്പിച്ച് വരുന്ന ഏരിയയാണ്. കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ്. ഇതൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജാണ്. കുറേ ചെടികൾ ഈ ഭാഗത്ത് ഇങ്ങനെ നട്ട് വേര് പിടിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഈ കിണറിൻ്റെ ഭാഗത്തും മോട്ടർ അടിച്ച് വെള്ളം വീഴുന്ന സ്ഥലത്തും ഒക്കെ ആയിട്ട്. ഇതൊക്കെ പിന്നീട് ഓരോ സ്ഥലങ്ങളിലേക്ക് മാറും. പിന്നെ ഇവിടെ കുറച്ച് ക്രോട്ടനുകളുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സിറ്റ് ഔട്ട് ഇതിങ്ങനെ വെറുതെ കിടക്കാൻ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 2-3 ക്രിസ്മസ് കാക്ടസുകൾ, പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന്മേൽ കുറച്ച് ചെടികൾ. അതിൽ ഈ കാണുന്ന ചെടി നന്നായിട്ട് ഈ കമ്പുമ്മയ്ക്ക് നിറയെ പിടിച്ചതാണ്. അത് കഴിഞ്ഞ വേനൽക്ക് ഉണങ്ങി ഇപ്പോൾ രണ്ടാമത് വീണ്ടും പിടിച്ചേക്കാണ്. പിന്നെ ഈ കാണുന്നത് സ്നേക്ക് പ്ലാന്റുകൾ. ഇത് 2 തരം സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഒന്ന് ആ ഇലയുടെ അറ്റത്ത് മഞ്ഞ നിറമുള്ളത്, പിന്നെ അത് തനി പച്ചയായിട്ടുള്ളത്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇവിടെ മുകളിലുണ്ട്. നമ്മുടെ വള്ളിച്ചെടികളുടെ പന്തൽ ഇതിങ്ങനെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓരോ ചെടിയെ പറ്റിയൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. അത് അങ്ങനെ ഒരു വീഡിയോ പിന്നീട് നമ്മൾ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.